നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പഴശ്ശി ജലസംഭരണിയുടെ ഭാഗമായ പടിയൂർ പൂവം കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 വിദ്യാർത്ഥിനികളുടെ മൃതദേഹം കണ്ടെത്തി. ഇരിക്കൂർ സിബ്ക കോളേജിലെ അവസാന വർഷ BA സൈക്കോളജി വിദ്യാർത്ഥിനി എടയന്നൂരിലെ ഹഫ്സത്ത് മൻസിൽ ഷഹർബാന, ചക്കരക്കൽ 4-ാം പീടികയിലെ ശ്രീലക്ഷ്മി ഹൗസിൽ സൂര്യ എന്നിവരുടെ മൃതദേഹമാണ് 40 മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത്. ഒഴുക്കിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് 300 മീറ്ററോളം അകലെ നിന്നാണ് ദേശീയ ദുരന്ത നിവാരണ സേന മൃതദേഹം കണ്ടെടുത്തത്. ചൊവ്വാഴ്ച വൈകിട്ട് 4-ഓടെ പടിയൂരിലെ സഹപാഠിയുടെ വീട്ടിലെത്തി അവിടെ നിന്ന് പുഴക്കടവിലെത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ബുധനാഴ്ച രാത്രി വരെയും ജില്ലയിലെ എല്ലാ ഭാഗത്തുമുള്ള അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ സംഘം പുഴയിൽ വ്യാപകമായി തിരഞ്ഞെങ്കിലും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല. ബുധനാഴ്ച രാത്രിയോടെ എത്തിയ 30 അംഗ ദേശീയ ദുരന്ത നിവാരണ സേന വ്യാഴാഴ്ച രാവിലെ 7-ഓടെ തിരച്ചിൽ ആരംഭിച്ചു. പുഴയിലെ അടിയൊഴുക്ക് അല്പം പ്രതിസന്ധി ഉണ്ടാക്കി. മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെട്ട സംഘം പുഴയിൽ അടിത്തട്ടിലോളം എത്തും വിധം ഓളങ്ങളുണ്ടാക്കി വിവിധ സംഘങ്ങളായി തിരച്ചിൽ തുടങ്ങി. 1 മണിക്കൂറിനുള്ളിൽ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ആദ്യം ഷഹർബാനയുടെ മൃതദേഹം പൊന്തി വന്നു. ഉടൻ തന്നെ കരയ്ക്കെത്തിച്ച് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഷഹർബാനയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് തന്നെ സൂര്യയെയും കണ്ടെത്താനാകുമെന്ന നിഗമനത്തിൽ മണിക്കൂറുകളോളം തിരച്ചിൽ തുടർന്നു. ഉച്ചയ്ക്ക് 12-ഓടെ അവിടെ നിന്ന് 50 മീറ്ററോളം മാറി പാറക്കെട്ടുകൾക്കിടയിലാണ് സൂര്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചക്കരക്കല്ല് 4-ാം പീടിക ശ്രീലക്ഷ്മി ഹൗസിൽ പ്രതീഷിന്റെയും സൗമ്യയുടെയും മകളാണ് മരിച്ച സൂര്യ. ഏക സഹോദരി ശ്രീബാല. എടയന്നൂർ ഹഫ്സത്ത് മൻസിൽ പരേതനായ മുഹമ്മദ് കുഞ്ഞിന്റെയും ഹഫ്സത്തിന്റെയും മകളാണ് മരിച്ച ഷഹർബാന. ഭർത്താവ് ഷഫീഖ്. സഹോദരങ്ങൾ ആയിഷ, ഷുഹൈബ്. ഷഹർബാനയുടെ മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ വീട്ടിലെത്തിച്ചു. തുടർന്ന് 3 മണിയോടെ എടയന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി.